നജീബക്കയുടെ അനുഭവങ്ങൾ അക്ഷരങ്ങളിലൂടെയും ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അതിനുള്ളിലും വളരെ അകക്കാമ്പുള്ള ആത്മീയതയുടെ മനുഷ്യൻ്റെ ചിന്തയെ പിടിച്ചുലയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ചേർത്തുവെക്കലുണ്ട്. എത്ര പേർ അത്രമേൽ അതിലേക്ക് കടന്നു എന്നൊന്നും എനിക്കറിയില്ല. ആടുജീവിതം സാധാരണ പറയുന്ന ത്യാഗോജ്വലമായ ജീവിതത്തിനോടൊപ്പം ആത്മീയമായ ഒരു പശ്ചാത്തലവും പരിസരവും അതിനുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകന് മുമ്പുള്ള പല പ്രവാചകന്മാരെയും നിയോഗിക്കപ്പെട്ടതും അവർക്ക് ഉപജീവനമാർഗം നൽകിയതും ഈ ആട്ടിടയൻ എന്ന ദൗത്യത്തിലൂടെയായിരുന്നു. അപ്പോൾ ജീവിതങ്ങളുടെ അന്വേഷണത്തിനിടയ്ക്ക് തെളിഞ്ഞു കാണുന്ന ചില സഹായങ്ങളുടെ നേർരേഖകൾ പലപ്പോഴും നജീബക്കയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അത്തരം ചില കാര്യങ്ങൾ നജീബക്കയോടൊന്ന് വ്യക്തത വരുത്തണമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നജീബക്ക ഈ പരീക്ഷണത്തിൻ്റെ നാളുകളിലും കടുത്ത വിശ്വാസത്തെ മുറുകെ പിടിച്ചു എന്നൊക്കെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന പടച്ചോൻ്റെ ഒരു സഹായം പല ഘട്ടങ്ങളിലും ഇക്കായ്ക്ക് ഈ പരീക്ഷണങ്ങളിലിടയിലും ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ അതെ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യാനൊക്കെ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. ശ്രമിച്ചിരുന്നോ ആത്മഹത്യ ചെയ്യാൻ? ശ്രമിച്ചെന്നല്ല, നമ്മുടെ തോന്നുവാണ്, ശ്രമിച്ചിട്ടല്ല തോന്നുവാണ്. അപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ഇതാണ് നമുക്കതിന്, നമ്മുടെ ഇസ്ലാം മതത്തിൽ അത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അത് പെട്ടെന്ന് അത് പിന്നെ ഇതായി പോവുക. അങ്ങനെ എനിക്ക് അന്നാട്ടും ഇങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. കാരണം ഈ എൻ്റെ എൻ്റെ ഭാര്യ ഗർഭിണിയായ കാര്യം ഓർത്തും വീട്ടിലൊരു കാര്യം അറിയുന്നില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതോറും പിന്നെ അള്ളാഹുവിനെ വിളിച്ചാണ് നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ തട്ടി പോകുന്നത്. പിന്നെയും കാരണം ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാതെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ അന്നേരം ഇക്കായിക്ക് പ്രതീക്ഷയില്ലയോ രക്ഷപ്പെടുമെന്ന്? ആ സമയങ്ങളിലൊക്കെ, തുടക്ക സമയങ്ങളിലൊക്കെ. കാരണം രക്ഷപ്പെടാനായിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചാടിപ്പോയപ്പോൾ അത് എൻ്റെ സമയം കൊണ്ടായിരിക്കും അത് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് പിന്നെ അയാൾ ചാടി നീറ്റ് വന്നു. ആദ്യ ശ്രമത്തിൽ അത് പരാജയപ്പെട്ടപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് പിന്നെ ഇതായി. ഒരു വട്ടം ശ്രമിച്ചുള്ളൂ, പിന്നെ ശ്രമിച്ചില്ല. എനിക്ക് 2-3 അടിയൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനീ പോകുന്നത് പിന്നെ പേടിയായി പോയി. പിന്നെ എനിക്കങ്ങ് പേടിയായി പോയി. കാരണം മരിക്കുന്നെങ്കിൽ അവിടെ കിടന്ന് മരിക്കുന്നത്. ഇനി അവൻ്റെ അടി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ പാടാണ് രക്ഷപ്പെടലെന്ന് തോന്നിയോ? അതെ അതെ, അത് തന്നെ. മരിക്കുന്നതിനേക്കാൾ പാടാണ് രക്ഷപ്പെടൽ എന്ന് തോന്നി. അതാണ്. കാരണം എങ്ങോട്ട് ഓടാനെന്നുള്ള ഒരു ലക്ഷ്യം എനിക്ക് കാണുന്നില്ല. പിന്നെ ഒരു ലക്ഷ്യം വെച്ച് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. അന്ന് കൊണ്ടുവന്ന വഴി എനിക്കറിയാം. ആ വഴിയെ കൂടി പോകാന്നുള്ള പ്ലാൻ. കൊണ്ടുവന്ന വഴി ഇക്കായ്ക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്തോ അറിയാവുന്നൊരു തോന്നല്. കാരണം മണൽപ്പരപ്പല്ലേ കണ്ടിട്ടുള്ളത്. മണൽപ്പരപ്പേ കണ്ടിട്ടുള്ളൂ. എന്നാലും വന്ന വഴി വന്നിങ്ങനെ വണ്ടി നിർത്തിയാൽ വന്ന രാത്രി ഇങ്ങനെ കയറുന്നതായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ ഇപ്പം പിറ്റേന്ന് ഞാൻ പാലും നോക്കിയത് എങ്ങോട്ടാണ്, എവിടുന്നാ ഇത് വന്നേന്നൊക്കെ. അപ്പം നജീബക്ക നോക്കുമ്പോ റോഡൊന്നും കാണാനില്ലല്ലോ, എല്ലാം ഒരേപോലെ മണൽക്കൂനകളല്ലേ ഉള്ളൂ. ഈ പ്രതീക്ഷയുടെ ഒരു ചിന്തകൾ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അതൊന്നും വഴിയായിരിക്കത്തില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ചാടി ഇങ്ങനെ എല്ലാ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക. അപ്പോഴും നമ്മൾ അടുത്തടുത്താന്ന് പറഞ്ഞൊരു അയാൾ എങ്ങനെ യഥാർത്ഥത്തിൽ വരുന്നത് ഈ സീനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അയാളെ മുന്നേ കണ്ടിട്ടേ ഇല്ല. ഒരു തരത്തിലും ഒരു കാണലോ ബന്ധപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. ഇപ്പം ഈ രക്ഷപ്പെടാനുള്ള കാരണം ഇപ്പം അന്നാണ് ഞാൻ എൻ്റെ ഈ ആള് അവിടുന്ന് പോകുന്നത്. ഈ അറബി ആദ്യമായിട്ട് ഈ 2 കൊല്ലം 2 മാസത്തിൽ ആദ്യമായിട്ടാണ് പാടെ മാറി നിൽക്കുന്നത്. അറബി ഇല്ലാത്തൊരു ദിവസം അതാണ് ഈക്ക വന്ന് ചെന്നിട്ട് ആദ്യമായിട്ടാണ് അറബി ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവുന്നത് ഈ 2 കൊല്ലത്തിന് ശേഷം. അത് ജ്യേഷ്ഠൻ്റെ നമ്മളെ കല്യാണമാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ രാത്രിയാണല്ലോ ഇവിടെ കല്യാണം. അങ്ങനെയാണ് അയാളൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. അതിനെല്ലാം വെള്ളം കൊടുത്ത് എല്ലാം ഇങ്ങനെ കൂട്ടിനകത്ത് കയറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും അപ്പോൾ ഈ 4 മണിക്ക് ആൾ പോയല്ലോ. അപ്പോൾ ഇക്കായ്ക്ക് തോന്നിയോ രക്ഷപ്പെടാനുള്ള ചാൻസ് ആണ്? തോന്നിയൊന്നുമില്ല. കാരണം മനസ്സ് മരവിച്ചിരിക്കുക, ഒരു ചിന്തയില്ല. അപ്പോഴും ഇങ്ങനെ സന്ധ്യയായി വരുന്നുണ്ട്. സന്ധ്യ വരുമ്പോൾ ദൂരത്തുനിന്ന് ഒരാളിങ്ങനെ വരുന്നുണ്ട്. എത്ര മണിക്കൊക്കെ? ഏകദേശം നേരം ഇരുട്ടാറായി വരിക. അവിടെ ഈ ബാങ്ക് കേൾക്കത്തില്ലല്ലോ. ഇല്ല, അറിയാം. മോയിമ്പോ ഏതാ, പെരുന്നാൾ ഏതാ, ദിവസം ഏതാ ഒന്നും അറിയാം. അപ്പൊ ഇദ്ദേഹം നോമ്പൊന്നും പിടിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് നോമ്പുള്ള ദിവസം അറിയാമായിരിക്കുമല്ലോ. ഒന്നും അറിയത്തില്ല. അല്ല, അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ.
അറിയത്തില്ല. ഈ അറബിക്ക് നോമ്പും പാല് കാച്ചി കുടിച്ച് കുബൂസാട്ടി ഇരുന്നാലും എങ്ങനെ നോയമ്പെന്ന് അറിയുന്നത്? അതല്ല, അയാൾ എന്തായാലും വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അയാൾക്ക് ദിവസങ്ങൾ അറിയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ ഉച്ചയ്ക്ക് എല്ലാവരും പോകുമല്ലോ, അതൊക്കെ അയാൾക്ക് അറിയായിരിക്കുമല്ലോ വെള്ളിയാഴ്ച ആണെന്നൊക്കെ. പക്ഷെ അയാൾ പോകാറില്ല. അയാൾ പോകുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്, അയാൾ പോകുന്നില്ല. അപ്പൊ അയാളുടെ വിശ്വാസത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. ഒന്നുമില്ല. അയാളൊരു വിശ്വാസിയല്ല. അയാളൊരു വിശ്വാസിയേ അല്ല. അല്ലല്ല, എന്നെക്കാട്ടി മുഷിഞ്ഞൊരു വേഷത്തിൽ അവിടെ മാറിയിരിക്കുന്ന ആള്, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആള് എന്നേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു ലക്ഷ്യവും പുള്ളിക്ക് ജീവിതത്തിലില്ല. മറ്റേ പുള്ളിയാണ് ഇതിനെ ഈ ആടിനെ കൊണ്ടുപോകുന്നതും ഇയാൾക്ക് എന്തെങ്കിലും 2-3 ദിവസം എനിക്ക് കഴിയുമ്പോൾ ഭക്ഷണം കൊണ്ട് വരുന്നതും. പക്ഷെ ഇയാൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അയാൾ അവിടെ ഇരിക്കുന്നതും എല്ലാം അയാളാണ്. ഇയാളുടെ അനിയൻ ജ്യേഷ്ഠനാണെന്ന് നമുക്കറിയാം. സന്ധ്യക്ക് വന്നിട്ട് ചോദിക്കുന്നത് ഏതാണ്ടൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അറബിയിലാണ് കൂടുതലും പറയുന്നത്. വന്നിട്ട് എല്ലായിടത്തും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനന്നേരം എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ അറബി പറഞ്ഞപ്പോ പിന്നെ ഈ പുള്ളിയിൽ ഇങ്ങനെ പറയുന്നു, കൈകൊണ്ടൊക്കെ കാണിച്ചു തരുന്നു, ആംഗ്യം കാണിക്കുന്നു എടുക്കാൻ. രക്ഷപ്പെടുന്ന ഭാഷയാണല്ലോ, അത് പെട്ടെന്ന് മനസ്സിലായി. താഴ്ത്താഴ്ന്ന് പറയുന്നുണ്ട്. വരൂ അപ്പൊ ഞാൻ ബാഗൊന്നും എടുത്തില്ല. അപ്പൊ ഞാനൊരു ആ പടം കണ്ടില്ലല്ലോ അവര്. ഇല്ല. അപ്പൊ അത് അറിയാനൊക്കെ പറ്റില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി അന്നേരം ഈ അറബി ഭാഷ ഇട്ടേക്ക് വന്നു. പെട്ടെന്ന് പോയി ഞാൻ ഇത് പാൻറ് എടുത്ത് കൈയും കാലമൊക്കെ ഒന്ന് കഴുകി. അന്ന് ആരും ഇല്ലല്ലോ. കൈയും കാലമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോയി പാൻറ് എടുത്ത് ഇടുമ്പോൾ ഞാൻ അന്നിട്ട് ഫിറ്റായിട്ട് ഇട്ടുകൊണ്ട് പോയി പാൻറ് പടവും മരം ഊരിയാൻ പോകും. പിന്നെ ഞാനത് മുണ്ടെടുക്കുന്നതാണ് ഉടുത്തിട്ട് ഒരു കച്ചാടം അവിടെ കിടന്നിടത്ത് കെട്ടുന്നു. പടം കാണണം, എന്നാലേ രക്ഷ അത് കാണും. പടം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ കെട്ടിയിട്ട് വെറുതെ ഉടുപ്പ് കൊടുത്തിട്ടുണ്ട്. പേഴ്സ് ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. പാസ്പോർട്ട് പിന്നെ അന്നേ പോയില്ലേ. ആ പേഴ്സോട്ട് ഒറ്റ വരാൻ പറഞ്ഞു. വെള്ളം ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നു, അത് എടുത്തോണ്ടിരിക്കും. ഓടാൻ അവനും എൻ്റെ മുമ്പേ ഓടി. നിങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ ഓടി തുടങ്ങി? ആ ഓടിത്തോണ്ട് ഇറങ്ങിയ അവനങ്ങ് ഓടുവാണ്. എൻ്റെ പുറകെ ഞാനും ഓടണ്ടേ. അങ്ങനെ ഓടി ഒരെത്തുമ്പോഴില്ല. അങ്ങനെ ഒരുപാട് ഓടി ഏതാണ്ട് രാവിലെയൊക്കെ ആറായപ്പോഴാണ് ഒരു വെള്ളച്ചാടുന്നൊരു സ്ഥലം കാണുന്നത്. വെള്ളം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴുകി വരുന്നൊരു സാധനം. അത് എന്തോ മസര എങ്ങാണോ ആയിരിക്കും ചിലപ്പോൾ. അവിടെ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഈ രാവിലെ വരെ ഓടിക്കൊണ്ടിരുന്നു. രാവിലെ അല്ലേ, രാത്രി തുടങ്ങി. രാത്രി മൊത്തം ഓടി. എന്നിട്ട് റോഡ് കണ്ടില്ല. ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ അയാൾക്ക് ലക്ഷ്യം അറിയാവുന്ന തോന്നിയോ? മീൻസ് അയാൾ ഓടുന്നത് കൃത്യ ലക്ഷ്യത്തിലേക്കാണെന്ന് തോന്നിയിട്ടില്ല. അയാൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. വഴി കൃത്യം അയാൾക്കും അറിയത്തില്ല. അതിനിടയ്ക്ക് കാറ്റും വരുന്നുണ്ട്, ഈ മണൽ കാറ്റും വരുന്നുണ്ട്. കാറ്റ് കൊണ്ട് ഓടാനും പറ്റുന്നില്ല. ഈ ഇരുട്ടത്തേക്കാ കൂരാക്കുറ്റിരുട്ടല്ലേ? കാരണം അവിടെ വേറൊരു വെളിച്ചമില്ലല്ലോ. മരുഭൂമി ആയതുകൊണ്ട് വെട്ടമുണ്ട്, നിലാവുണ്ട്, വെട്ടമുണ്ട്. അതുകൊണ്ട് ഓടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അല്ല, നിലാവ് ഉണ്ടായോണ്ടായിരിക്കും വെളിച്ചമുള്ളത്. ചന്ദ്രന്റെ ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ ഈ വെള്ളം ഈ കച്ചറ വെള്ളമെന്നൊന്നും പോകുന്ന ഒരു തോടിങ്ങനെ ഒഴുകി പോകുന്നു. അതിലേക്ക് അപ്പൊ അതിന്റെ അപ്പുറം കടക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഓടി ചെല്ലുമ്പോൾ കുറച്ച് ഓടി ചെല്ലുമ്പോൾ അന്നേരം നേരം എടുത്തത് കഴിഞ്ഞിട്ട് അന്നേരം ഇതിനിടയിൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല, ആ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. രണ്ടുപേരും. അതെ. ആ പുള്ളിയുടെ വെള്ളം ഇക്കാടയിലുണ്ട്. ഒരു കുപ്പി വെള്ളം ഞാൻ അവിടെ നിന്ന്. അദ്ദേഹത്തിന്റെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇച്ചിരി ഓടി കഴിഞ്ഞപ്പോഴേ വെള്ളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ആഴ്ചട്ട് വയ്യങ്ങ് മഴങ്ങ് വീഴാൻ പോവാ. ഈ സമയത്തൊക്കെ വഴി അറിയാത്ത പോലെ അദ്ദേഹം ഓടുന്നു. വഴി അറിയാത്ത പോലെ, വഴി അറിഞ്ഞ പോലെ അല്ല ഓടുന്നത്. വഴി അറിയാത്ത പോലെ ഓടും. പിന്നെ ഏതാണ്ട് ഒരു 11 മണിയെങ്കിലും ആയി കാണും. ഒരു റോഡ് കാണും. റോഡ് കണ്ട് ഞാൻ റോഡിങ്ങനെ കണ്ട് ഓക്കെ എന്ന് പറഞ്ഞ ഏതാണ്ടൊക്കെ ഇയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു 5 റിയാൽ എടുത്ത് തന്നു. അന്നേരം ആദ്യമായിട്ട് ഞാൻ റിയാൽ കാണുന്നു. 2 കൊല്ലത്തിന് ശേഷം സൗദിയിൽ നിന്ന് റിയാൽ കാണാം. അവിടുത്തെ റിയാൽ കാണുന്നത് അന്നേരം അതെടുത്ത് എനിക്ക് എന്നിട്ട് പറഞ്ഞു ബെത്താ റിയാദെന്ന് ഇങ്ങനെ പറഞ്ഞു പുള്ളി. ഒരു മിനിറ്റ്, ഇക്ക ഓടി തുടങ്ങിയ രാത്രിയുടെ പിറ്റേന്ന് രാവിലെയാണ്. അപ്പോൾ ഒരു ദിവസം ആയില്ല. ആയില്ലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 4 മണിയൊക്കെ അവിടെ വൈകുന്നേരം ഒരു 5 മണിക്ക് ഓടി. പിറ്റേന്ന് രാവിലെ 11 മണിയെങ്കിലും ആയി കാണും. അപ്പോൾ റോഡിലെത്തി. റോഡിലെത്തിയപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് പിന്നെ
ഈ വണ്ടിക്ക് ഇങ്ങനെ കൈ കാണിക്കുന്ന ആകൃതിയൊക്കെ കാണിക്കാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ അറിവുകളോടെ നിർത്തിത്താരും അങ്ങനെ കയറി പോയിക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതാന്ന് നജീബ് കൈക്ക് തോന്നുക ഈ ഭാഷയൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല. റിയാദ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ മനസ്സിലായി അവിടെ ഇറങ്ങാനായി പറയുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടിക്കൊന്നും ഞാൻ കൈ കാണിച്ചു. അയാൾ എന്നിട്ട് പെട്ട പാട് ഞാൻ പോവാന്ന് പറഞ്ഞു. ഒറ്റപ്പോക്കുന്നു. അദ്ദേഹം എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. എങ്ങോട്ടാ പോയത് അദ്ദേഹം? റോഡിൽ കൂടെ ആണോ അത് തിരിച്ച് മരുഭൂമിയിലോട്ട് പോയത്? റോഡിൽ കൂടെ പോവാൻ കുറച്ചങ്ങോട്ട് പോയി പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതാരായിരിക്കും ഇക്കട തോന്നല്? എൻ്റെ തോന്നലിൽ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് വന്ന ഒരു ആളാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം എന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടിട്ടേ ഇല്ല. എന്താ പറയാനാകും, എനിക്കൊരു പ്രതീക്ഷയില്ല അതിങ്ങനെ ഒരാൾ വരുമെന്ന് രക്ഷപ്പെടുത്തുന്നു. ഈ രക്ഷപ്പെട്ട് ഓടുമ്പോൾ മനസ്സിലെന്തായിരുന്നു? രക്ഷപ്പെട്ടെന്നൊരു ചിന്ത ഇങ്ങനെ വല്ലാണ്ട് ഓടുന്തോറും ഇങ്ങനെയൊക്കെ കാണും തോറും രക്ഷപ്പെടത്തില്ലെന്നുള്ള തോന്നല പിന്നെ ഉണ്ടായിരുന്നു. ഭയമായിരുന്നു. ഒന്നും ഒരു ലക്ഷ്യവും കാണുന്നില്ല. ലക്ഷ്യമില്ലാതെ ഓടുന്നോണ്ട് പിന്നെ മനസ്സിലുണ്ട് പിടിച്ചോണ്ട് വരുമോന്നൊക്കെയുള്ള പേടി മനസ്സിലുണ്ട്. വരുവോ പിന്നെ അന്നേരം അവിടെ ഈ പോയ പുറത്തുള്ള വണ്ടിയൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അതുപോലുള്ള മണ്ണാണ് അവിടെ, പോത്തയില് മണ്ണാണ്, വണ്ടി കയറൂല. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവും, മരത്തിലെന്നൊരിതുണ്ട്. അങ്ങനെ റോഡിലെത്തി. അപ്പോൾ ഇവരോട് വണ്ടിക്കൊന്നും കൈ കാണിച്ചാൽ നിർത്തി. അപ്പം എൻ്റെ വേഷം വരെ മുഷിഞ്ഞ് ആപ്പാണ് ഇതൊരു അവിടുന്ന് കൊണ്ടുപോയപ്പോൾ അന്ന് കൊണ്ടുപോയ ഫാൻ്റെ അതിനകത്ത് നിന്നുകൊണ്ട് അതെടുത്തിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് അത് രണ്ടും നല്ലതാണ്. പക്ഷെ കുളിച്ചിട്ടില്ല. മുടി എത്രമാത്രം ഉണ്ടായിരുന്നു? മുടിയൊക്കെ ഇവിടം വരെ ഉണ്ട്. പിന്നെ 2 കൊല്ലത്തിൽ കുളിക്കാനേ പറ്റിട്ടില്ല. 2 ദിവസം ഞാൻ കട്ട് കുളിച്ചു. 2 കൊല്ലത്തിൽ 2 ദിവസം കുളിച്ച്. പിന്നെ മഴ പെയ്ത് ആ മഴയ്ക്കകത്ത് നല്ല നനഞ്ഞപ്പോഴൊരു നല്ലപോലെ വൃത്തിയായി. ഈ പൊടിയെല്ലാം കയറി ഇരിക്കുമല്ലേ, അങ്ങനെ നല്ലപോലെ വൃത്തിയായി. അന്നാണ് ഏറ്റവും നല്ലപോലെ വൃത്തിയായി, നല്ല സുഹൃത്തുക്കളെന്ന് പറഞ്ഞു. മഴ ഫുള്ളങ്ങ് നനഞ്ഞു. മഴ പറഞ്ഞാൽ എനിക്കാണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ശകലം മഴ പെയ്ത ഉടനെ പനി പിടിക്കും. അതിപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് കൊണ്ട് എനിക്ക് അത്രയും നാൾ നിന്നിട്ടും എനിക്കൊരു അസുഖം എന്ന് പറഞ്ഞൊരു സാധനം വന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞത്. അസുഖം വന്നാൽ നോക്കാൻ ആരുമില്ലല്ലോ. അസുഖം തന്നില്ല. ഉറപ്പായി അന്ന് അസുഖം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ജീവിതം എൻ്റെ തീർന്നു ഉറപ്പായി. കാരണം മരുന്നുമില്ല, ഒന്നും നോക്കാൻ ആരുമില്ല. അവനെവിടെങ്കിലും തെള്ളിയിട്ടിട്ട് പിന്നെ മണ്ണിട്ട് മുടിയാ തീർന്നു. അത്രയല്ലേ ഉള്ളൂ. നജീബ് തീർന്നു. ആ അവൻ എയർപോർട്ടിൽ തന്നെ തട്ടിക്കൊണ്ട് വന്നതായിട്ടുള്ള വിവരം അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ അതേ തെളിഞ്ഞു കാണും, അല്ലെങ്കിൽ ഒരു വിവരം ഇല്ലല്ലോ. ഒന്നുമില്ല. ആ കാലം ക്യാമറ ഉള്ള കാലമല്ലല്ലോ. അല്ല, ക്യാമറ അങ്ങനെ ഒരുപാട് ക്യാമറ ഉള്ള കാലമൊന്നുമില്ല. അങ്ങനെ വണ്ടി കൈ കാണിച്ചിട്ടൊന്നും ഒന്നും നിർത്തുന്നില്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് അതും വന്നതാണ് എൻ്റെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ കൂടിയ ഒരു വണ്ടിക്കകത്ത് ഒരു നല്ലൊരു അറിവ് അവിടുത്തെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായത് കൊണ്ടുവന്ന് എൻ്റെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് പിന്നെ എവിടെയാണെന്ന് ചോദിക്കുന്നത്, റിയാദ് പറ്റിയാണ്. ഇയാൾ പറയുന്നില്ല റിയാദ് പറ്റി, അത് പറഞ്ഞു. തുറന്ന് കയറി താന്നിരുന്നോളാൻ പറഞ്ഞു. ഇക്കൈ അറിയാവോ റിയാദ് പത്ത് എന്തുവന്ന്? അറിയത്തില്ല. നമ്മളിതുവരെ സ്ഥലമാണെന്നൊന്നും കൈക്ക് അറിയത്തില്ല. സൗദി അറേബ്യ എന്നിട്ടും കണ്ടിട്ടില്ല. വെറും മരുഭൂമി ഇത് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, ആളിനെയും കണ്ടിട്ടില്ല, ബിൽഡിങ്ങും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ റിയാദ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ കയറി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, താന്നിരിക്കാൻ പറഞ്ഞു. താഴ്ന്നിരിക്കാൻ പറഞ്ഞ സീറ്റില് ആരും കാണാതിരിക്കാൻ അല്ല, താന്നിരിക്കാൻ അന്നേരം പറഞ്ഞിട്ടില്ല. അന്നേരം സീറ്റിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ച് ഓടി എന്നൊരു ഒരുപാട് 2 മണിക്കൂറെങ്കിലും എത്തി ഇങ്ങനെ ഒന്ന് എടുത്തു കാണും. അങ്ങനെ ഓടി ചെക്ക് പോസ്റ്റ് ആയപ്പോഴാണ് പറഞ്ഞ താന്നിരുന്നോളാം. അല്ലെ അവിടെ ഞാൻ കൊണ്ടുപോകും, അല്ല ജയിലിൽ കൊണ്ടുപോകും. ഞാൻ കൊണ്ട് പിടിച്ചോണ്ട് പോകുന്നു. അതുകൊണ്ട് താന്നിരുന്നോളാൻ പറഞ്ഞു. പുള്ളിയെ ചെക്കൊന്നും ചെയ്തില്ല. അപ്പം എനിക്ക് ഒന്ന് അവിടുത്തെ ഏറ്റവും വലിയ VIP ആയിരിക്കും. പക്ഷെ അയാളുടെ ഒരു അക്ഷരത്തിൻ്റെ അടുത്ത് ചോദിച്ചില്ല എവിടെ നിന്ന് വരുന്നു എന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് അയാളെയൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹം നോക്കുമ്പം ഇത് മുടിയെല്ലാം വളർത്തി താടി വികൃതനായ ഒരാള്, കാരണം വണ്ടി കയറ്റാൻ കൊള്ളാത്തൊരാള്. അതെ, വണ്ടി കയറ്റാൻ കൊള്ളാത്തൊരാള്. ഒരു നോട്ടത്തിൽ തന്നെ വണ്ടി കാരണം എന്നിട്ടും അദ്ദേഹം കയറ്റി. ഒരു ഭയങ്കര ഒരു ഇതോന്നാണ് നമ്മൾ അന്ന് അവിടെ അള്ളാഹുവിനെ വിളിച്ചതിന്റെ ആ ഒരൊറ്റ ഇത് കൊണ്ടാണെന്നാണ് അന്തം വിട്ടുള്ള അള്ളാഹുവിനെ വിളിയായിരിക്കും. അതെ അതെ അതെ. ഈ നമ്മളൊക്കെ പോലെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ വേറൊന്നും. ഞാനിതുപോലെ പറയുന്നുണ്ട്, അള്ളാഹുവെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ആക്കി പോയത്. ഞാൻ നാട്ടിലെ ആൾക്കാരുമായിട്ട് ഒരു ഉപദ്രവത്തിനും ഒന്നിനും പോയിട്ടില്ല.
എല്ലാവരും അള്ളാഹുമായിട്ട് കലഹിക്കുന്നുണ്ട്. സ്നേഹിച്ച് അന്ന് ആദ്യമൊക്കെ ഏക പടച്ചനായിട്ട് കലഹിക്കുന്നുണ്ട്. എന്ത് തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എനിക്കിങ്ങനെ ഒരു വിധി വന്നത് എന്തിനാണ്? ഞാനും പല അതൊരു പരിഭവമാണല്ലോ. അതെ, ഞാനും പല ഉദ്ദേശങ്ങളോടല്ലേ വീട്ടിൽ നിന്ന് വന്നത്. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എന്തുകൊണ്ട് എൻ്റെ ഭാര്യയെ പ്രസവിച്ചില്ല എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കരയുക, കലഹമല്ല കരച്ചില. അങ്ങനെ പിന്നെ കയറ്റി കൊണ്ടുപോയി ചെക്ക് പോസ്റ്റ്. പിന്നെ ഒരു വ്യാഴാഴ്ച ദിവസമാണ്, വ്യാഴാഴ്ച ദിവസമാണെന്ന് അറിയുന്നത്. ഞാൻ അവിടെ ചെന്ന് ബത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ് റിയാദിൻ്റെ മാർക്കറ്റ്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് സൗദി അറേബ്യ കാണുന്നത്. അവിടെ മണ്ണ് ഞുള്ളിയിടാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പാലത്തിലാണ് അവിടെ നിർത്തിയത്. അപ്പോൾ ആ ഹോട്ടലിലോട്ട് അയാൾ വിളിച്ചിട്ട് അല്ല, ഇയാള് ഹോട്ടലിൽ നിർത്തിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല, കയ്യും കാണിച്ച്. അയാൾക്ക് മനസ്സിലായി ഇതാരാണെന്ന്, ഇങ്ങനെ പെട്ടുപോയ ഒരു മനുഷ്യനാണെന്ന്. മലയാളിയാണെന്നും മനസ്സിലായി കാണും. അതായിരിക്കും ചിലപ്പോൾ ഈ ബത്തെ കൊണ്ട് ഇറക്കി തന്നത്. അല്ല, ഇങ്ങനെ ആട് ജീവിതത്തിൽ പെട്ടുപോയ മനുഷ്യനാണെന്ന് അയാൾക്ക് തോന്നിക്കാണും. കാരണം 2 കൊല്ലം കുളിച്ചിട്ടില്ല, ഫുൾ മുടി താടി എല്ലാം ഉണ്ട്. അന്നേരം ഈ ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കാത്തു കയറ്റി. എന്നിട്ട് കുറച്ച് പുറത്തായി ഒച്ചയാക്കി കൊണ്ടുവച്ച് എന്നിട്ട് കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. എല്ലാം കഴിച്ചാൽ ആദ്യമായിട്ട് അതിനെ ഇത് ഭക്ഷണം കാണും. നല്ലപോലെ കഴിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് നമ്പർ വല്ലോടെയൊക്കെ ഉണ്ടാകുന്നു പറയുന്നുണ്ട്. എൻ്റെ ബന്ധുക്കളൊക്കെ നമ്പറുണ്ടെന്ന്. അപ്പോൾ ആ നമ്പർ കൊടുത്തപ്പോൾ അയാൾ എന്നോട് ലിമോസൻ കാറ് വിളിച്ചടുത്ത ടാക്സി വിളിച്ചിട്ട് പറഞ്ഞു, മലയാളികളാണ് ടാക്സിക്കാർ, ഇന്ന സ്ഥലത്ത് കുറഞ്ഞ അടുത്തേ ഉള്ളൂ, അടുത്ത ദൂരമേ ഉള്ളൂ. അയാൾ തന്നെ പൈസ വാങ്ങി കൊടുത്തു, അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല എങ്ങനെ വരുന്നു, എന്ത് വരുന്നു. മലയാളിയായിട്ട് പോലും ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിപ്പോൾ പറയുന്നത് ഇത് ഇന്ന് വ്യാഴാഴ്ച ദിവസം, ഇന്ന് നാളെ വെള്ളിയാഴ്ചയാണ്. പിന്നെ അതുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ ഇവിടെ തിങ്ങിയിരിക്കുന്നത്. അന്നേരം ഈ വ്യാഴാഴ്ച ദിവസം രാത്രി ഇവിടെ സാധനങ്ങൾ മേടിക്കാനൊക്കെ എല്ലാവരും സിറ്റി വന്ന് നിൽക്കുകയാണ്. ബെറ്റകാലം സിറ്റിയാന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ബന്ധുക്കളെല്ലാം, അയാളുടെ പേര് കുഞ്ഞിക്കാന്ന് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഒരാൾ എന്നെ ഹോട്ടലിൽ കയറ്റി ഭക്ഷണം തന്ന് ഇതുപോലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞിക്കാന്ന് പേര് കേൾക്കുന്ന വലിയ സാറായിരിക്കും. ആളുടെ പേര് കൈക്കറിയത്തില്ല, ഇതെനിക്കറിയത്തില്ല. ബത്തേൽ ഇറങ്ങി കാണുന്ന ആദ്യത്തെ ആൾ അദ്ദേഹം. അന്നേരം തന്നെ ജനങ്ങൾ സംസാരിക്കുന്ന ആദ്യത്തെ ആളാണ്. എന്താ എടുത്ത് പറഞ്ഞത്? ചെന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞത്, ഞാനിതുപോലെ മരുഭൂമിയിൽ വരുവാണ്, പിന്നെ വിട്ട് വന്നാലാന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അയാൾ ചോദിക്കുന്നില്ലൊന്നും എൻ്റെ അടുത്ത്. ഈ അവസ്ഥ കണ്ടാ പിന്നെ ചോദിക്കത്തില്ല. നീ വല്ലതും കഴിക്കാൻ പറഞ്ഞു, ഇത് വേറെ ഒന്നും എന്തായാലും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അയാൾ പെട്ടെന്ന് പിന്നെ ബന്ധുക്കളെ റൂമിൻ്റെ അടുത്ത് തന്നെ അവർ കൊണ്ട് വിട്ടു. അപ്പോൾ തന്നെ അവരെല്ലാവരും വന്നു, നമ്മുടെ അടുത്തുള്ള ആൾക്കാരെല്ലാം വന്നു. അവിടെ വിളിച്ചു പറഞ്ഞപ്പം ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞു ഇതുപോലെ വന്നിട്ടുണ്ട്. അന്നേരമാണ് ഭാര്യ പ്രസവിച്ച വിവരം ആൺകുഞ്ഞാണെന്ന് ഒക്കെ അറിഞ്ഞിരുന്ന ആ സമയത്താണ്. അന്നേരം ഞങ്ങളിന്ന് കുറച്ച് ഭയങ്കരമായിട്ട് കരയുവാണ്. സന്തോഷം കൊണ്ട്, അതും സന്തോഷത്തില കരയുന്നത്, സന്തോഷം കൊണ്ടുള്ള കരയുന്നു. അങ്ങനെ പിന്നെ മറ്റു കാലൊക്കെ പൊട്ടിയാണ് ഓടിയിട്ട്. ഈ പടത്തിൽ കാണിക്കുന്ന ഇതിനകത്ത് കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞത്. പക്ഷെ ആ പടത്തിനകത്ത് ഈ രക്ഷപ്പെടുത്തിയ ആള് അല്ല, ഈ ആദ്യം ഇക്കാടോടി മരുഭൂമി രക്ഷപ്പെടുത്തുന്ന ആളിന് പിന്നെ എവിടെയോ വെച്ച് ഒരു പോലീസ് സ്റ്റേഷനിലോ എങ്ങാണ്ട് വെച്ചൊരു ഫോട്ടോ ഇരിക്കുന്ന അതൊരു ബന്ധവുമില്ലല്ലോ ഈ യാഥാർത്ഥ്യമായിട്ട്. അവരുണ്ടാക്കിയ ഒരു സംഗതികളാണ്. അയാള് ബോളിവുഡ് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നു. അതെ അതെ. അതല്ലാതെ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഈ അവരുണ്ടാക്കിയ ഭാഗങ്ങൾ കൈക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല, അത് നമുക്കിപ്പോൾ ഒരു സിനിമ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ചേർക്കും. നമ്മുടെ കാര്യം കുറച്ച് അനുഭവങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതിന്റെ അപ്പുറത്തുള്ളത് ഈ പറഞ്ഞത് സിനിമയിലെ കാമ്പ് അനുഭവങ്ങളാണ്. അതെ അതെ അതെ, എന്റെ അനുഭവം. ബാക്കിയെല്ലാം ഞാൻ ആ പാൻറ് ഇടുന്ന ഒരൊറ്റ രംഗം മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. ഈ പാൻറ് ഇടുന്നത് ഒറിജിനലായിട്ട്. പിന്നെ ഞാൻ ആ ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ടുള്ളതാണ്. ആദ്യമായി ബത്ത വന്ന് കഴിക്കുന്നത് അല്ലല്ല, അവിടെ ഈ കുബൂസും കഴിക്കുന്നൊക്കെ രംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ശരിക്കും ഈ സിനിമയ്ക്ക് ശേഷം കിട്ടിയ ആ ഒരു പ്രോമിനൻസ് പുസ്തകത്തിന് ശേഷം അത്രയും കിട്ടിയൊക്കെ ആയിരിക്കും. പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഉള്ളതുപോലെ ഒരു വലിയ റഷ് അടുത്തേക്ക് ഉണ്ടായിരുന്നു. ഉണ്ട്.
ഉണ്ടായിരുന്നു. ഇങ്ങനെ ആൾക്കാർ ഈ പുസ്തകം ഇറങ്ങി 2008-10 ഞാൻ ചോദിക്കും. അതെ അതെ ഇല്ല അത്ര ഉണ്ടായില്ല. ഇപ്പൊ സിനിമയ്ക്ക് ശേഷമല്ലേ ഇതെല്ലാം? അതെ സിനിമയ്ക്ക് ശേഷമല്ലോ ഇരിപ്പുറപ്പില്ലാതെ സിനിമ ഒരു സ്റ്റാർ ആയത് സിനിമയ്ക്ക് ശേഷം. പുസ്തകം ഇറങ്ങി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴാണല്ലോ പിന്നെ ഒരുവിധമൊക്കെ ഇയാളുമായിട്ടെല്ലാം പോകാൻ തുടങ്ങിയതും ചാനലുകളെടുത്ത് വരാനും മറ്റോടത്ത് വരാനും ഓരോരുത്തർക്ക് പോയി ഭക്ഷണം കഴിക്കാനും ഒരു വീട്ടുകാരെ വിളിച്ച് ഇന്ന പുസ്തകം ഞങ്ങളുടെ വീട്ടിലാവണം അങ്ങനെ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങളൊക്കെ അതുണ്ട്. പുസ്തകം ഇറങ്ങിയ സമയത്ത് പിന്നെ ഫേമസ് ആയില്ലേ കേരളത്തിലൊക്കെ. അങ്ങനെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷമായി. അതെ 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 അവാർഡ്. എന്നാലും ഇക്കടെ മനസ്സിൽ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് അന്ന് തോന്നിയോ? ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ കഥ പറയുമ്പോഴും ഞാൻ ഇനി ഇതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ എഴുതി വലുതാകും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലെ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഈ കഥ എഴുതാൻ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനിത് അതൊക്കെ മറന്ന കാര്യങ്ങളാണ്, ഇനി ഞാൻ അതിനകത്തോട്ട് ഇനി ഒന്നും പറയുന്നില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞു പോയിട്ടും പിന്നെ എൻ്റെ കുറേ അതില്ല എന്തെങ്കിലും ഉള്ള അനുഭവങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയെന്നും പറഞ്ഞ് പറയിപ്പിച്ചതാണ്. ഓർക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അതിലോട്ട് പോകാനുള്ള താല്പര്യമില്ലായിരുന്നു. ഇക്ക ഈ ഒന്ന് വന്ന് ഈ അനുഭവം പറ്റിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ പേർഷയെ പോയി ഒമാനിലേക്ക് ബഹ്റൈനിലേക്ക് പോകാനുള്ള കാര്യം ഒരു വലിയ കാര്യമാണ്. കാരണം പിന്നെ ഞാൻ 5 വർഷം നാട്ടിൽ നിന്നിട്ട് അവിടുത്തെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ 5 വർഷത്തിലൊരു കുട്ടിയും കൂടെ ആയി. 2 കുട്ടിയായി ഒരു മോളും കൂടെ ആയി. ഇപ്പം ജ്യേഷ്ഠൻ്റെ കൂടാണ് ഞങ്ങളെല്ലാം കൂടെ വാപ്പായും ഉണ്ട് ഒന്നിച്ച് താമസിക്കും. അപ്പോഴ് പിന്നെ കുടുംബം 2 ആപ്പാടെ 2 റൂമും ഉണ്ട്, ആൾക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ അന്നേരം എൻ്റെ ഒരു അളിയൻ ബഹ്റൈനിലുണ്ട്, ഭാര്യയുടെ ആങ്ങള. അപ്പോൾ അളിയൻ ഇതുപോലെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ എന്തോ ചെയ്യും, അതുകൊണ്ട് ആദ്യത്തെ 5 സെൻറ്റ് സ്ഥലം വിറ്റ കാശങ്ങ് പോയില്ല, 1 റിയാൽ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ ആദ്യത്തെ പോക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെ വസ്തുവൊക്കെ മേടിക്കണമെങ്കിൽ എവിടെ പോകാൻ. അപ്പോൾ അങ്ങനെ അളിയൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന ഒരു ഫ്രീ വിസ അയച്ചു തരാം, എങ്ങനെയെങ്കിലും വന്ന് ജോലി എവിടെ 5 സെൻറ്റ് സ്ഥലം മേടിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞില്ല ഇനി പോകണ്ട, നമുക്കുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. വൈഫിന് പേടിയായി. എനിക്കും പേടിയാ. പിന്നെ അളിയൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ട് ഒരു ധൈര്യം ഉള്ളിൽ എപ്പോഴും കാണുമല്ലോ. ഇവിടുന്ന് ഇറങ്ങുമ്പോ മുതൽ ഇത് പോകും, ഈ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ മറ്റവന്റെ കൂട്ടൊരുത്തം പുറത്ത് ഇപ്പൊ ഉണ്ടോ? ഇല്ല. അപ്പോഴത്തേക്കും കാലം മാറി, മൊബൈൽ ഫോണൊക്കെ ആയി. അപ്പൊ മൊബൈൽ ഫോണൊക്കെ ആയി, എല്ലായിടത്തും ആയി മൊബൈൽ ഫോൺ. അപ്പൊ അന്നേരം അതിന്റെ ഒരു ധൈര്യമുണ്ട്. അന്നത്തെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇത്ര നീളമുള്ള ഇല്ല, എന്നാലും ഒരു സാധനം ഉണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് നടക്കുന്നത്. സ്ലാബ് പിടിച്ചു. അതെ അതെ അതെ. ഈ പിന്നെ ചെന്നിറങ്ങിയപ്പോഴേ ഈ പഴയ അറബിയെ പോലെ ഒരാൾ വല്ല നോക്കിയോ? പിന്നെ ഇക്കായ എവിടെ ഇല്ല. ആദ്യം റിയാദിൽ പോയി ഇറങ്ങിയപ്പോൾ ഈ അറബി ഇങ്ങനെ നോക്കി ഇക്കായ ടാർഗറ്റ് ചെയ്ത് വന്നത്. പിന്നെ ചെന്നപ്പം അങ്ങനെ വല്ല തോന്നലുണ്ടായോ? എന്നെ ആരെങ്കിലും നോക്കി വരുമ്പോ തന്നെ എന്റെ അളിയനാ ഫ്രണ്ട്. അളിയൻ രാവിലെ ഇനി അളിയനൊരു പ്രശ്നം ഉണ്ടാവരുത്, അളിയൻ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. ഈ പുറത്തോട്ടിറങ്ങി വരുന്ന സമയത്ത് അളിയന്റെ സ്ഥാനത്ത് അറബിയാ നിൽക്കുന്നത്, ചിലപ്പോ അളിയൻ രാവിലെ കയറി പോരുന്നത്. അതുകൊണ്ട് രാവിലെ അളിയന് അതുകൊണ്ട് രാവിലെ ഫ്രണ്ട് ഇറങ്ങി പറഞ്ഞ വാക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് പെട്ടെന്ന് കഴിച്ചത്. അങ്ങനെ പിന്നെ അളിയൻ കൂട്ടിക്കൊണ്ടുപോയി അളിയൻ്റെ റൂമിൽ കൊണ്ടുപോയി 2-3 ദിവസം. അന്നേരം തന്നെ ഫോൺ ചെയ്തു. ഇവിടെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ അന്നേരം മൊബൈലുണ്ട് അളിയൻ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതായിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു, സന്തോഷമെല്ലാം പങ്കുവെച്ച്. അപ്പോൾ അവർക്കും സന്തോഷമായി, വീട്ടുകാർക്കും സന്തോഷം. ഞാൻ അളിയൻ്റെ വീട്ടിൽ അളിയൻ്റെ ചെറിയൊരു സ്റ്റുഡിയോ നടത്തും അവിടെ. അപ്പോൾ മാവേലിക്കരയുള്ള സുനിലെന്നും പറഞ്ഞ ഒരാൾ അളിയൻ്റെ കൂട്ടുകാരനുണ്ട്. അയാളൊന്നും സ്റ്റുഡിയോയിൽ വരും. അപ്പം ഞാൻ സുനിലിനോടല്ലേ ഈ കഥ പറയുന്നത്. ആ സുനിലാണ് ബെന്യാമിന്റെ കൂട്ടുകാരൻ ചെയ്യുന്നത്. അങ്ങനെ അന്നേരം ഞാൻ ഇതുപോലെ സുനിലിനെ ഇപ്പൊ വിളിക്കാറുണ്ടോ, കാണാറുണ്ടോ? വിളിക്കാറുണ്ട്. പിന്നെ പലപ്പോഴൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആരൊക്കെയാ വിളിക്കുന്നതെന്നുള്ളത് അറിയാൻ വയ്യാത്തൊരു സ്ഥിതി ഇപ്പോഴും. അതെ അതെ അതെ. ഒരു കോളിങ്ങിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 കോളിങ്ങിന് അതിനകത്ത് വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഞാൻ വിളിക്കാം. ഈ സൗദി അറേബ്യയിലെ ഈ നല്ല ചൂടൊക്കെ ആകുമ്പോൾ ഒരു 50 ഡിഗ്രി ചൂട് വരത്തില്ലേ? 50 ഡിഗ്രി ഒക്കെ വരുമല്ലോ. അപ്പൊ ഈ മണലിലൊക്കെ ചവിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയില്ലേ? അന്നേരം ഈ ആടിനെ കൊണ്ട് ഈ മേയ്ക്കാൻ ഉച്ചയാകുമ്പോൾ പോത്തില്ല. രാവിലെ പോകും. നമ്മൾ തീ പറക്കുന്ന പോലുള്ള കാറ്റും ചൂട് വന്നു. ആണല്ലേ? അതെ അതെ. ഈ ഈത്തപ്പഴം പഴുക്കാൻ നേരത്തെ ഒരു ചൂടുണ്ട്, ആ ചൂടാണ് സഹിക്കാൻ. ഭയങ്കരമായ ചൂട്. രാത്രി കിടന്നാലും ചൂട് ആവിയാണ്. അവിടെ പിന്നെ AC ഒന്നും ഇല്ലല്ലോ, കറണ്ട് ഒന്നും ഇല്ലല്ലോ. അവിടെ ഈത്തപ്പഴം പഴുക്കുന്നതായിട്ടൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ബഹ്റൈനിൽ വന്നപ്പോൾ ആ ചൂട് വന്നപ്പോഴാണ് മനസ്സിലായത് ഈത്തപ്പഴം പഴുക്കാനുള്ള ചൂട് ഈ ചൂടാണ്. അവിടെ ആ ചൂടിന്റെ കാര്യം അന്നേരം ഞാൻ ഓർക്കുന്നത്.
കൈ 2 കൊല്ലം ആട്ടിടയനായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇടയൻ എന്ന ജോലി ആദ്യമായി ചെയ്യാണല്ലോ. അതെ, ആദ്യമായിട്ട് ചെയ്യുക. അപ്പം അതിൽ പഠിച്ച പാഠങ്ങൾ എന്തെങ്കിലും, ജീവിത പാഠങ്ങൾ, ഈ മറ്റനുഭവങ്ങളല്ല, തീവ്രമായ അനുഭവങ്ങളല്ല. കാരണം അതൊരു ഇടയൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായൊരു ജോലിയാണല്ലോ. അതെ. പക്ഷെ അത് ഞാനിപ്പോൾ അത്രയും കണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ അതുമായിട്ട് അങ്ങ് ആയിപ്പോയി. കാരണം നമ്മുടെ പ്രവാചകന്മാർക്കെല്ലാം പടച്ചവൻ കൊടുത്ത ജോലിയാണ് അതൊക്കെ, ആട്ടിടയന്റെ ജോലി. ആ ജോലിയാണ് അത് അങ്ങനെ പ്രവാചകന്മാർ ചെയ്തതായ ജോലി ആയതുകൊണ്ട് എനിക്കും അത് ഇപ്പോൾ താല്പര്യമുണ്ട്. ഞാൻ ആ ജോലി ഞാനും ചെയ്തിട്ടുണ്ട്. കാരണം ഇടയെന്ന് പറയുന്നത് ഒരു ലീഡറാണ്, ഒരു നേതാവ്, ഒരു പറ്റം ആൾക്കാരുടെ. പിന്നെ എന്നാലും എനിക്കൊരു സംഭവം, പിന്നെ ഞാൻ ചാടിപ്പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ പറ്റിയോ എന്നുള്ളതല്ലായിരുന്നു. ഈ പാവങ്ങളെ ഇട്ടിട്ട് ഞാൻ പോകണമല്ല, പിന്നെ ഇതിന് തീറ്റ കൊടുക്കുന്ന ആരാണ്? അതെന്നെ ഞാൻ പോകുമ്പോൾ അത് കുറച്ച് കരയുന്നുണ്ട് എല്ലാവരും. എന്നെ ഒരുമിച്ച് കരഞ്ഞ പോലെ തോന്നിയോ? ഒരുമിച്ച് കരയുന്നുണ്ട്. അതെ, ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. ഓടുന്ന കൂട്ടത്തിൽ ആ ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇവരെ ആര് നോക്കും, അയാൾ ഇനി എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ നാളെ ഇനി വേറെ ഒരാളിനെ ഏർപ്പെടുത്തി വന്ന് കൊണ്ടുവന്നല്ലേ ഇനി പിന്നെ തീറ്റ കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലൊരു അതിന് അതുപോലെ ഞാൻ സ്നേഹിച്ചതുമായിട്ടാണ്. അതെ അതെ. ഈ നമ്മൾ അനുഭവിക്കുന്ന വിഷമത്തിന്റെ വൈരാഗ്യമൊന്നും ആടിനോട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനെപ്പോൾ സന്തോഷത്തോടെ സിനിമയ്ക്കകത്ത് തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ്, പക്ഷെ അത് എൻ്റെ നടുവിലിടിക്കുന്നില്ല. ഇതിനകത്ത് കാണിച്ചത് എങ്ങനെ മുട്ടനാട് തമ്മിൽ തീറ്റ കൊടുക്കാമ്പോഴേ ചിലപ്പോഴേ നമ്മൾ ഇവിടെ തീറ്റ കൊടുത്തോണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അവിടെ പോയി വീഴും, ഇടിച്ച് അത്രയ്ക്ക് ആരോഗ്യമുള്ളത് പൊക്കമാണ് ആടിന്. അത്രയും പൊക്കമുണ്ട്. ഇടിയൊക്കെ കിട്ടി പിന്നെ ഇത് ചെയ്യാനാ നടുവേദന കൊണ്ട് ചിലപ്പോഴൊക്കെ പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടി കിട്ടുന്ന അവസ്ഥയുണ്ട്. കിട്ടുന്നത് ഇതിന് തീറ്റ കൊടുക്കാൻ പോകുമ്പോഴാണ് ഇച്ചിരി പേടി, കൂടുതലും പേടി. എന്നു പറഞ്ഞാൽ അറിയത്തില്ല, നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഓടി വന്ന് ചുറ്റി തെറിപ്പിക്കുന്നത്. ഒരു 10 എണ്ണമെങ്കിലും കാണും ഒരു കൂട്ടിനകത്ത്. ഒരു 10, 200, 150 ആട്ടിൻ്റെ കൂട്ടത്തിൽ ഒരു 10 എണ്ണം വലുതുണ്ടാവും, മുട്ടനാടുകൾ. അപ്പോൾ അതിനാ പേടി, അല്ലാതെ മറ്റേനൊന്നും പേടിയില്ല. അതൊക്കെ നമ്മൾ തീറ്റ കൊടുത്ത് കളിച്ചുകൊണ്ടെങ്കിൽ. ഈ 2 കൊല്ലത്തെ കഠിനമായ ജീവിതത്തിലെ ഇക്കായ്ക്കുള്ള ചെറിയ ചെറിയ സന്തോഷം എന്തായിരുന്നു? ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാട് പ്രസവിച്ചൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരാട്. അപ്പോഴും നല്ലൊരു വെള്ളക്കുട്ടി. അപ്പോൾ അതിന് ഞാൻ പിന്നെ നബീൽ എന്നതിന് പേരിട്ട്. നബീൽ എന്ന് പേരിട്ടിട്ട് വേറെ ആണ്ടൊക്കെ ഒരുപാട് പേരൊക്കെ ഇട്ടാണ് വിളിക്കുന്നത് എല്ലാത്തിനും. ഇതിന് ഞാൻ നബീൽ എന്ന് പേരിട്ട് ഇതിന് ഞാൻ നല്ല എപ്പോഴും നല്ല തൂത്തും തുടച്ചും പ്രത്യേക സ്നേഹം കൂടുതൽ കൊടുത്തിട്ട് ഞാൻ വളർത്തി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയതാണ്. ഞാനത് അതുപോലെയൊക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ നിൽക്കുമല്ലേ, ഞാൻ വന്നപ്പോൾ ഗർഭിണിയായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അത് എന്ത് കുട്ടിയാണെന്ന് ജനിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിതിന് നല്ലപോലെ സ്നേഹിച്ച് എപ്പോഴും തടയിൽ തൂത്തു ഇങ്ങനെ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് വളരുകയും ചെയ്തത്. പിന്നെ അതിനെ കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും വലിയൊരു വിഷമമായിട്ട്. അതിനെ വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് നല്ല ആണാടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ വിൽക്കേണ്ടെന്ന് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും? ഞാനതിനൊന്നും പറഞ്ഞു. യവനുമായിട്ടേക്കാ ഒരു സന്തോഷത്തിന്റെ നിമിഷം ഈ അറബിയായിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. അവൻ തിരിച്ച് കണ്ടിട്ടേ ഇല്ല. തിരിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല. പല്ലൊക്കെ നമുക്ക് പല്ല് തേച്ച് പോലും ഞാൻ കണ്ടിട്ടില്ല. അവൻ അതാ പറഞ്ഞു, അവനൊരു മനുഷ്യനില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അതെ, ജീവിക്കുന്നത്. പക്ഷെ മറ്റേ ആളിനെ കൊണ്ടുപോകുന്ന നല്ല വൃത്തിയായിട്ടുള്ള ഇതൊക്കെ വെച്ച് കെട്ടിട്ട്. അയാളുടെ അനിയൻ എന്ന് പറഞ്ഞ ആള് അനിയനാണോ ചേട്ടനാണോ നമുക്ക് അറിയത്തില്ല. ഇയാള് ബന്ധുവാണ് എന്തായാലും അയാള്. പക്ഷെ ഞാൻ പറയുന്നതാണ് ജ്യേഷ്ഠൻ അനിയനായിരിക്കും എന്നാണ്. അയാൾക്കൊരു വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. വൃത്തിയും വെടുപ്പുണ്ട്. അയാൾ എന്നും വീട്ടിലൊക്കെ പോകും, അയാളുടെ വീട്ടിൽ പോകും. ഇയാൾ അങ്ങനെ പോകത്തില്ല. ഇയാൾ അവിടെ തന്നെ ഉണ്ട്. ഇയാൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ മറ്റേ അവിടെ ഇരിക്കും. ഇയാൾ രാത്രികളൊന്നും എവിടെയും പോകാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണമോ എന്തെങ്കിലും ഇക്കായിക്ക് ഒന്നും വാങ്ങിച്ചോണ്ട് തന്നിട്ടുമില്ല ഇത്രയും കാലത്ത്. ഞാൻ അവിടുത്തെ ഒരു പെപ്സിയൊക്കെ ചാടിക്കഴിഞ്ഞ് വന്നപ്പോഴാണ് പെപ്സി അതൊക്കെ സന്തോഷമായിരുന്നു അത് കാണുമ്പോൾ കുടിക്കാൻ. പെപ്സിയൊക്കെ ഇക്കാലത്ത് അയാൾ ഒരു മനുഷ്യത്വം ഒരിക്കലും കാണിച്ചിട്ടില്ല. അയാൾ ക്രൂരതയില്ലാതെ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ 2 പ്രാവശ്യം 2 കത്തെഴുതുകൊണ്ട് കൊടുത്തത് അയാളിന് മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് പിന്നെ കുറച്ചും കാലം അങ്ങോട്ട് മാറി കീറി അത് കളഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ അല്ലാത്ത ആ ടെൻഷനും വിഷമവും കരച്ചിലൊക്കെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അത് അങ്ങനെ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനി, അത് അറിഞ്ഞായിരുന്നു ഞാൻ. ഇല്ല,
ഒരു പാകിസ്ഥാനിയുടെ ഇതുമായിട്ട് വന്നു, പോച്ചയായിട്ട് വന്നു. അപ്പോൾ അവന് ഇങ്ങനെ ദൂരെ വന്നപ്പോഴേ, കുറച്ച് ദൂരെ വന്നപ്പോഴേ ഇങ്ങനെ എൻ്റെ കൈകൊണ്ട് കാണിച്ചു. ഞാനവിടെ നിൽക്കുന്നവരുടെ കൈകൊണ്ട് കാണിച്ചു. അയാളെയൊക്കെ ആദ്യമായിട്ട് കാണും. ആദ്യമായിട്ട് ഒരു അയാളിങ്ങനെ കാണിച്ചു. കാണിച്ച് ഞാൻ വന്ന വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ ഇറങ്ങി വന്നു നിന്ന് ഒരു മനുഷ്യ സ്നേഹം തോന്നി ആദ്യമായിട്ട്. ഇവിടെ നിൽപ്പുണ്ട് മറ്റേ അവൻ. അന്നേരം ഇയാൾ കൈക്കറിയെല്ലാം കാണിക്കുന്നതുകൊണ്ട് ഇയാൾ തിരിഞ്ഞിങ്ങോട്ട് നോക്കി. അപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഞാനുമായിട്ട് അതിനെ കാണിക്കുന്നതായിട്ട് അവൻ കാണും. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ആടിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒരു കൂട്ടിൽ ആടിനെ കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോഴന്നേരം ഞാൻ പിന്നെ അവിടെ എൻ്റെ ബാഗിനകത്ത് ഇത് വെച്ചേപ്പോണ്ടായിരുന്നു കത്ത്. ആ കത്ത് ഞാനെടുത്ത് അഡ്രസ്സ്, നമ്മുടെ നാട്ടിൽ അഡ്രസ്സ് എഴുതി നമ്മുടെ കാര്യങ്ങൾ എഴുതി വെച്ചേപ്പോണ്ട്. അപ്പോൾ ഞാനിന്നേരം ഇത് കത്ത് കാണിച്ചത്. പിന്നെ ഓക്കെ, അന്നേരം അയാൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ അവിടെ. ഈ അറബി ഇങ്ങനെ എന്നെ പറഞ്ഞു വിടാനൊക്കെ പറയുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വിടണം കൊണ്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിനെ കൊണ്ട് പോകുന്ന വഴി കുറച്ചങ്ങോട്ട് മാറ്റി ആ കത്ത് അവിടെ ഇട്ടു. ആ കത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇയാൾ പോയി. എന്നാലും അന്നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇയാൾ പുറത്ത് നിന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു വിടുമെന്നുള്ള ഒരു മനസ്സിനൊരു ചെറിയ സമാധാനം എനിക്കുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കത്ത് അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും ഇവൻ അവിടെ കാണാൻ ഈ അറബി അങ്ങനെ എടുത്തിട്ട് എവിടെങ്കിലും കൊണ്ട് കീറിയിട്ടേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അവിടെ കുറേ പരിസരത്തൊക്കെ പോയി നോക്കും. അപ്പോൾ അവിടെ അന്ന് കീറിയിട്ട സ്ഥലത്തൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ എടുത്തുകൊണ്ട് പോയി അയച്ച് കാണും എന്നൊരു പൊട്ടിച്ചൊക്കെ അയച്ച് കാണുമെന്നൊരു മനസ്സിലൊരിതുണ്ട്. ഏതായാലും അത് കറക്റ്റായിട്ടായിരുന്നു. ആ കറക്റ്റ് 3 മാസമായപ്പോൾ ഇവിടെ കിട്ടി. അത് പ്രസവിക്കുന്നതിന് മുമ്പേ കിട്ടി. അതുവരെ എൻ്റെ മാമ മുട്ടത്തിന്ന് മറാഠിയുടെ വന്നുകൊണ്ടിരിക്കുകയെന്നില്ല. 2 ദിവസം ഇരിക്കുമ്പോൾ കത്ത് വന്നില്ലെന്ന് അറിയാൻ വേണ്ടി വൈഫിൻ്റെ വാപ്പ. അപ്പോൾ എന്നും ആശുപത്രി കൊണ്ടുപോവാണ്. വിഷമിച്ച പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കല്ലേ അന്ന്. വിഷമിച്ച് എന്നും ആശുപത്രി സർജലും മറ്റേതായിട്ട് എന്നും കൊണ്ടുപോകും. അപ്പം മാമ വന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ കത്തൊന്നും കണ്ടിട്ടില്ലെന്നും പറഞ്ഞിന്നും പോകും. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കത്ത് കൊണ്ടുപോകുന്നു. മാമയൊക്കെ വായിച്ച് എല്ലാവരും കരച്ചിലായിരുന്നു പറഞ്ഞു. ഞാനെന്നാലും അത് എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ക്രൂരതകളെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയില്ല. കാരണം ഒന്നാമത് ഗർഭിണിയായിട്ട് നിൽക്കുവാണ്. കത്ത് ഇവിടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഈ വായിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരത്തില്ല. അതുകൊണ്ട് ഞാനിതുപോലെ പെട്ടി ഇറക്കുവാണ്. ഇങ്ങനെ ആട് 100 ആട് ഇത്ര വസ്തുവൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്. രക്ഷപ്പെടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെ എഴുതി. അല്ലാതെ അവിടുത്തെ മർദ്ദനത്തെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ എനിക്ക് ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്നും എഴുതി ലാസ്റ്റ്. അപ്പോൾ ആ ഒരു കത്ത് ഇവിടെ കിട്ടി. അന്നേരം മാമ അത് കൊണ്ടുപോയെന്ന് മാമ കൈ കൊടുത്തില്ല. അന്നേരം പ്രസവിച്ചിട്ടില്ല. ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കും. ആ കത്ത് മാമായിട്ട് തന്നെ വായിച്ച് കേൾപ്പിച്ചു. ആ കത്ത് ഇതേപോലെ മാമയുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് സന്തോഷ വിവരങ്ങളൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ അന്നേരം ഒരു സന്തോഷമുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു ഇത് ആ 3 മാസമായപ്പോൾ കിട്ടി. പിന്നെ അറിവില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനത്തെ ആരും വന്നിട്ടില്ല. എനിക്ക് തന്നെ ഒരു വലിയൊരു ഇതാണ് പാകിസ്ഥാനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇല്ലില്ല. പിന്നെ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇയാൾ വരുന്ന ടൈം എനിക്കിതൊന്നും ഇവനെ അറിയാമായിരുന്നു തോന്നുന്നു. അങ്ങനെ ഈ ടൈമിന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പോച്ചകളൊക്കെ കിടപ്പുണ്ട് അവിടെ. ഈ പോച്ച കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളെ മാറ്റും. ഈ അറബി നിങ്ങളെ അങ്ങ് മാറ്റും. ആടുമായിട്ട് പോകാൻ പറയും. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഒരേ ദൂരം അതിൻ്റെ മുന്നേ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടായി പോകുന്നതെന്ന്. നിങ്ങൾ ആടുമായിട്ട് പോകും. ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണത്തില്ല. ഒരു വലിയ താഴ്ചയായിരിക്കും അങ്ങോട്ട് പോകും. പിന്നെ അങ്ങോട്ട് ഒരു മലയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇയാൾ മലേൻ്റെ മേലെ കയറുന്ന നോക്കും. ബൈനോക്കുലർ വഴിക്ക് ജീപ്പുണ്ട്. ജീപ്പിലങ്ങ് വരും. ഈ മരുഭൂമിക്കിടെ പോകുന്നൊരു ജീപ്പുണ്ട്. ആ ജീപ്പിനകത്ത് ഓടിച്ച് അവിടെ വന്ന് വെച്ച് നോക്കും ഇങ്ങോട്ടാ പോയേക്കുന്നത്. ഇച്ചിരി ദൂരെയൊക്കെ പോയാൽ പിന്നെ അടിക്കാൻ പറ്റും. എത്ര ആടുകളുണ്ടായിരുന്നു? ഒരു 700 ആടെങ്കിലും കാണും മൊത്തം. ഒരുമിച്ച് കൊണ്ടുപോകുന്ന തീറ്റയ്ക്ക് അല്ല നടക്കാൻ പറ്റത്തില്ല. ഒരു ബാച്ചായിട്ട് കൊണ്ടുപോകും. ഒരു 100-150 200 ഒരുമിച്ച് കൊണ്ടുപോകും. അത്രയും കൊണ്ടുപോയി. ഈ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ എണ്ണ നോക്കുക. അയാൾ എണ്ണ നോക്കാൻ ചില ഒരു ദിവസം ഇതുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ പൊടിക്കാറ്റ് വന്നു. പൊടിക്കാറ്റ് വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റും. ആടിനെ പോലെ എനിക്ക് കാണാൻ പറ്റാത്തൊരു സമയം. അപ്പോൾ ഇയാൾ അവിടെ വന്നു തിരക്കി. അവിടെ വന്നിട്ട് ഇയാളും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. നേരിട്ട് അതൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള പൊടിക്കാറ്റ്. ഏതായാലും കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ആശ്വാസമായി. പിന്നെ ആടൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോയതെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ എല്ലാത്തിനും കൂടെ പോയി അടുപ്പിച്ചുകൊണ്ട് വന്ന് അയാൾ വണ്ടി അരുമുഖിട്ട് ഓടിച്ച് അടുപ്പിച്ചുകൊണ്ട് വന്നു.
പിന്നെ കൊണ്ടുപോകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊടിയെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാനൊക്കത്തില്ല. ആട് കൂട്ടം തെറ്റി ആ സമയത്ത്. ആ സമയത്ത് ആട് കൂട്ടം തെറ്റി പെട്ടെന്ന് എല്ലാത്തിനെയും അങ്ങോട്ട് ഓടിച്ച് പിടിച്ച് പിന്നെ എവിടെങ്കിലും പോയി കാണുമെന്ന് അറിയാനൊക്കത്തില്ല. കൊള്ളനെ കിട്ടിയതിനെ കൊണ്ട് പോയി. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എണ്ണാനൊന്നും ഒക്കത്തില്ലല്ലോ. എണ്ണൊന്നുമില്ല. ഇല്ലില്ല. അത് അതുപോലെ കിടക്കുമല്ലോ. പ്രസവിക്കുന്ന എല്ലാ ദിവസവും മിക്ക 2 ദിവസം എണ്ണി നോക്കേണ്ട കാര്യമില്ല. ഇവിടെ മോഷ്ടിക്കാൻ ആരും ഒന്നും മോട്ടിക്കാന് ആർക്ക് വിൽക്കാനോ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോ കൂട്ടം തെറ്റി മിസ്സായി പോകുമ്പോ ഒന്ന് മാത്രം. അല്ല, അങ്ങനെ പോകാൻ ഈ കാറ്റ് വരുമ്പോഴേ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പോകത്തില്ല. അപ്പം ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നപ്പോഴും ഈ വിശ്വാസവും സ്നേഹവും ഒക്കെ കൂടി പിന്നെ അന്ന് ഒന്നുകൂടെ കൂടി. കാരണം നമ്മളെ രക്ഷപ്പെടുന്നത് നമ്മുടെ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. അല്ല, എനിക്ക് എൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പറയുക. കാരണം ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യത ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നിപ്പം കേരളത്തിലുള്ള എല്ലാവരും അറിയുക. ഇപ്പൊ ഞാൻ അറിയുന്നത് അന്ന് ഞാൻ കേരളത്തിലല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളും അതെ അറിയാൻ പറ്റുന്നു. ഈ പടം കണ്ടും വരുന്ന ആൾക്കാർ, പെണ്ണുങ്ങളൊക്കെ പിന്നെ ഒരു പെണ്ണ് ഇപ്പോൾ ദുബായ് ഇങ്ങോട്ട് ഇന്നലെ വിളിച്ചിട്ട് പറയുന്നത് എന്നെ മോളെപ്പോലെ കരുതാമായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞു, എന്നെ ഇക്കാടെ ഒരു മോളെപ്പോലെ തന്നെ കരുതണം, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ കരുതുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ വരും, തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോൾ വിളിച്ചോണ്ട് അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് എന്താ സന്തോഷം. എല്ലായിടത്തും സ്നേഹം വരിക. അതെ സ്നേഹം എന്ന് പറഞ്ഞാൽ പറയാത്തൊക്കെ ഇതല്ല. പോണത് കാത്തു വെക്കാൻ സമയമില്ല. ഇപ്പൊ ഞാൻ ഇതാക്കി വെച്ചെന്താണ്. പിന്നെ ഈ വന്നിട്ട് ആടിനെ വളർത്താൻ തോന്നിയിട്ടുണ്ടോ? നാട്ടിൽ ഞാനിതുവരെ ആട്ടിറച്ചി കഴിച്ചിട്ടുമില്ല. ഇല്ല. ഒരു എനിക്ക് പിന്നെ അത് ഇത് കഴിക്കാൻ തോന്നിയിട്ടില്ല. ഇല്ല. അന്നും കഴിക്കാറില്ലായിരുന്നു. അവിടെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അല്ല, അതിന് മുന്നേ കഴിക്കുമായിരുന്നു. അപ്പൊ നിർത്താൻ കാരണം ഈ ആടിനോടുള്ള ഒരു താല്പര്യം കൊണ്ട്. പക്ഷെ ആടിനെ വളർത്താൻ എൻ്റെ ഒരു ചിരിയങ്ങളുള്ള ഒരു മനസ്സമാധാനം ഇതിൻ്റെ അടുത്ത് പോയി ഇതിനെ ഇങ്ങനെ തടയും തൂത്തുമൊക്കെ ആ കൊച്ചു കുട്ടികളൊക്കെ പിടിച്ച് അതാണ് ആകെയുള്ള ചെറിയ സന്തോഷം. അതാണ് ചെറിയ സന്തോഷം. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് വേറെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ഈ ആടിനെ വളർത്താൻ തോന്നാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ആടിനെ വളർത്താൻ തോന്നാത്തതിൻ്റെ അന്ന് ഇട്ടിട്ട് വരുമ്പോഴേ ഇതിനൊക്കെ ആര് ഭക്ഷണം കൊടുക്കും, ഇതിന്റെ കാര്യം എന്താവും എന്നൊക്കെ ഉള്ള ആ വിഷമം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ എങ്കിലും ഒരു ആടിനെ വളർത്തണം എന്നൊരു തോന്നലുണ്ടായിട്ടില്ല. ഒന്നാമത്തെ നമ്മുടെ അവിടെ വളർത്താൻ നജീബിക്ക് ആടില്ലാത്ത നജീബിക്ക് അല്ലാതായി പോകത്തില്ലേ? പിന്നെ നമ്മുടെ ഫാമിലി 5 സെന്റും സൗകര്യങ്ങളും അല്ലേ ഉള്ളൂ. എത്ര മുറ്റത്തെ ആടിനെ വളർത്താൻ പറ്റും. അതുകൊണ്ട് അനുഭവങ്ങളാണ് മനുഷ്യൻ. അത്തരം അനുഭവങ്ങൾ മനുഷ്യൻ്റെ പരീക്ഷണങ്ങളായി മാറുകയും പിന്നെ അത് അതിജീവിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് എത്തുമ്പോൾ വലിയ അനുഭവമായി മാറുകയും അത് നമ്മൾ വായിച്ചിട്ടുള്ള മഹാകാവ്യങ്ങളെക്കാൾ മഹത്തരമായ ഏടുകളായി മാറുകയും ചെയ്യും. നജീബക്കയുടെ ജീവിതവും അല്ലെങ്കിൽ ആടുജീവിതവുമൊക്കെ ഇപ്പോൾ അത്തരം മഹാകാവ്യങ്ങളിൽ പെടുന്ന ചിന്തകളുടെ ഭാഗമായി, ഓർമ്മകളുടെ ഭാഗമായി, പ്രാർത്ഥനകളുടെ ഭാഗമായി ഫിറോസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികൾ എവിടെയുണ്ടോ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഈ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് അതിജീവിച്ച് നല്ലൊരു ജീവിതവും വളരെ മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലുള്ള മനുഷ്യൻ്റെ ചിന്തകളും സന്തോഷങ്ങളുമൊക്കെ അടങ്ങുന്ന ഉയർന്നൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.